ഹലോ ഓൾ നമ്മളങ്ങനെ കുറേ നേരം കാത്തിരുന്ന് നമ്മുടെ നീറ്റിൻ്റെ ഒഫീഷ്യൽ OMR അതിൻ്റെ ആൻസർ കീയും വന്നിട്ടുണ്ട്. സോ ഓരോരുത്തരും അതിൻ്റെ അവരവരുടെ സ്കോറൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ഡോപ്പ് ഐ സോ മച്ച് എക്സൈറ്റഡ്. നമുക്ക് ഓൾ കേരള ലെവലിൽ ടോപ്പ് റാങ്ക് ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്. സോ ടോപ്പ് മാർക്കേഴ്സിനെയൊക്കെ ഓൾറെഡി തന്നെ നമ്മൾ പറഞ്ഞിരുന്നുണ്ടാവും. സോ അതിനൊപ്പം തന്നെ നമ്മുടെ ആൻസർ കീയിൽ ഏതെല്ലാം ചേഞ്ചസ് ഉണ്ട് അല്ലെങ്കിൽ ഏതെല്ലാം ക്വസ്റ്റ്യൻസിൽ കറക്ഷൻ ഉണ്ട് എന്നുള്ള കാര്യമാണ്. സോ പോസിബിൾ ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുള്ളത്. ആൻഡ് അതിനകത്ത് ഏറ്റവും ഉറപ്പിച്ചിട്ടുള്ള 2 ക്വസ്റ്റ്യൻസും പ്രോബബിൾ ആയിട്ടുള്ള 3 ക്വസ്റ്റ്യൻസും സെപ്പറേറ്റ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. സോ വീഡിയോ അവസാനം വരെ കാണുക ഈ ഒരു ചേഞ്ചസ് നോക്കിയിരിക്കാൻ വേണ്ടിയിട്ട്. സോ ഫസ്റ്റ് പറയാനുള്ളത് കെമിസ്ട്രിയിൽ നിന്നുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരു EMF കാണാൻ വേണ്ടിയിട്ട് തന്നിരുന്ന ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഇതിൽ NTA തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട് ആൻസർ ഇതൊന്നും അല്ല എന്നുള്ള കാര്യം. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ ഒരു ഒറ്റ ഉത്തരം കിട്ടില്ല. സോ ഈ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ്ലി ക്യാൻസൽഡ് ആണ്. സോ യൂഷ്വലി ഇതുവരെയുള്ള വർഷങ്ങളിലെ ഒരു പതിവ് അനുസരിച്ചിട്ട് ഈ ഒരു ക്വസ്റ്റ്യന് എല്ലാവർക്കും മാർക്ക് തരുന്നതായിരിക്കും. 4 മാർക്ക് എല്ലാവർക്കും കിട്ടും മാർക്ക്. സോ അതായിരിക്കണം പതിവ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് നള്ളിഫൈഡ് ഇങ്ങനെ തന്നെ NTA സമ്മതിച്ചിട്ടുണ്ട്. സോ ഈ കാര്യത്തിൽ NTAനോട് ഞാൻ എല്ലാവരും യോജിക്കുന്നു. എല്ലാവർക്കും ഒരു 4 മാർക്ക്, ഒന്നും എഴുതാത്ത ഒരാൾക്കും 4 മാർക്ക് എന്തായാലും ഉണ്ടാവും എന്നുള്ളതാണ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ചലഞ്ചിലേക്ക് വരുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബയോളജിയുടെ ഉള്ളിൽ നിന്ന് ബോട്ടണി ഭാഗത്തു നിന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഏതാണ് ക്വസ്റ്റ്യൻ? അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അതെന്ന് വന്നിട്ടുള്ള ഈ ക്വസ്റ്റ്യനകത്ത് വാസ്കുലാർ ബണ്ടിൽസിനെ പറ്റിയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ സമയത്ത് ഡോപ്പർ വളരെ ക്ലീൻ ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇതിനകത്തുള്ള എല്ലാ ഓപ്ഷൻസും ശരിയാണ്. ലിറ്ററലി A ഓപ്ഷനും B ഓപ്ഷനും Cയും Dയും Eയും എല്ലാം ശരിയാണ്. പക്ഷേ NTA ആൻസർ കീ തന്നിട്ടുള്ളത് ഈ ഫസ്റ്റ് ഓപ്ഷനാണ് ആൻസർ കീ ആയിട്ട് NTA തന്നിട്ടുള്ളത്. സോ അത് പറയുമ്പം B, C, D ആൻഡ് E ഓൺലി അത് മാത്രമാണ് NTA പറഞ്ഞിട്ടുള്ളത്. A തെറ്റാണെന്നാണ് NTA പറയുന്നത്, പക്ഷേ Aയും ശരിയാണ്. അതുകൊണ്ട് ഇത് ആരെങ്കിലുമൊക്കെ ഡെഫിനറ്റ്ലി ഇത് ചലഞ്ചായിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ടാവും. ആൻഡ് നമ്മുടെ സൈഡിൽ നിന്ന് നമ്മളിത് ചലഞ്ചായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഓൾ ഇന്ത്യ ലെവലിൽ നിന്ന് മൾട്ടിപ്പിൾ റിക്വസ്റ്റുകൾ NTAക്ക് കൊടുക്കുന്നുണ്ടാവും. സോ അപ് ടു യു. നിങ്ങൾക്ക് ഒരു 200 rupees കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ചലഞ്ചായിട്ട് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഫൈനൽ ഫേറ്റ് വിൽ ബി ഈ ക്വസ്റ്റ്യൻ വിൽ ബി ക്യാൻസൽഡ് എന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മാർക്കും എല്ലാവർക്കും കിട്ടുന്നുണ്ടാവും. സോ ഈ 2 ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് ഈ 112ാമത്തെ ഞാൻ നോക്കിയ T4 വെർഷനാണ്. വട്ടെവർ ഈ ഒരു ക്വസ്റ്റ്യൻ എനിവേ ഇറ്റ് ഷുഡ് ബി ക്യാൻസൽഡ്. എല്ലാവർക്കും മാർക്ക് കിട്ടണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു സാധനം. NTA ആൻസർ കീ ഈസ് റോങ് ഹിയർ. ഇത് ആൻസർ കീ തെറ്റാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പിന്നെ ഇനി അങ്ങോട്ടേക്ക് എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പോസിബിൾ ആയിട്ടുള്ള ചലഞ്ചസ് ആണ്. ഇനിയുള്ള 3 ക്വസ്റ്റ്യൻസ് ഞാൻ പറയുന്നത് NTA ആൻസർ കീയും നമ്മൾ വിചാരിച്ച ആൻസർ കീയും ശരിയാണ്. പക്ഷേ ചില ആളുകൾക്കെങ്കിലും ഇത് ചലഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ദിസ് ഈസ് എ വെരി സിമ്പിൾ എന്താ പറയുക, ഇറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ഫ്രം ദാറ്റ് ബയോളജി 1ാമത്തെ ചാപ്റ്റർ ലിവിംഗ് വേൾഡ് എന്നാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സോ ഈ ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ച സമയത്ത് ഇൻ ദ ടാക്സോണമി കാറ്റഗറി വിച്ച് ഹൈറാർക്കിക്കൽ അറേഞ്ച്മെന്റ് ഇസ് ഇൻ അസെൻഡിങ് ഓർഡർ എന്ന് ചോദിച്ചിട്ടുണ്ട്. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോകുന്നതിനാണ് അസെൻഡിങ് ഓർഡർ എന്ന് പറയുക. ആൻഡ് ഇതിനകത്ത് ഒരൊറ്റ ഓപ്ഷൻ പോലും അസെൻഡിങ് ഓർഡറിലില്ല. എല്ലാ ഓപ്ഷനും ഡിസെൻഡിങ് ഓർഡറാണ്. ഈ 4 ഓപ്ഷനും ഡിസെൻഡിങ് ഓർഡറിലുള്ളതാണ്. ആൻഡ് അതിനകത്ത് പ്രോബബ്ലി 4ാമത്തെ ആൻസർ ആണ് റൈറ്റ് ആൻസർ. NTA കൊടുത്തത് 4ാമത്തെ ആൻസർ തന്നെയാണ്. സോ ആൻസറിനകത്ത് ചലഞ്ചില്ല. പക്ഷേ ചില ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ സപ്പോസ് ഇത് തെറ്റിപ്പോയ ആളുകളാണ്, അവർക്ക് 4 മാർക്ക് വേണമെങ്കിൽ NTAക്ക് ചലഞ്ച് ചെയ്യാം. അവർ അസെൻഡിങ് ഓർഡർ എന്ന് ചോദിച്ചിട്ട് ഓപ്ഷനിൽ ഒരൊറ്റ അസെൻഡിങ് ഓർഡർ പോലും ഉണ്ടായിരുന്നില്ല, എല്ലാം ഡിസെൻഡിങ് ഓർഡർ ആണ് എന്നുള്ള രൂപത്തിൽ ചലഞ്ച് വരാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ അങ്ങനെയാണെങ്കിൽ ചലഞ്ച് വന്നിട്ട് ഇതിൻ്റെ ഡിസ്പ്യൂട്ട് അവർ കമ്മിറ്റി ഉണ്ടാവും. അവർക്കത് തീരുമാനിച്ച് അതിൻ്റെ ഡിസിഷൻ എടുക്കാനുള്ള ടൈം എന്തായാലും വേണ്ടി വരും എന്നുള്ളതാണ്. സോ ദിസ് ഈസ് 1 ക്വസ്റ്റ്യൻ. NTA ആൻസർ കീ നമ്മൾ വിചാരിച്ച ആൻസർ കീ തന്നെയാണ്, പക്ഷേ ആ സച്ച് ക്വസ്റ്റ്യനിലൊരു മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അടുത്ത ഒരു ക്വസ്റ്റ്യനും ഇതുപോലെ തന്നെ ബയോളജിയിൽ നിന്നാണ്. ബയോളജിയുടെ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ഉണ്ടാകുന്നത്. അവിടെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഇസ് എ നെറ്റ് ഗെയിൻ ഓഫ് ATP വെൻ ഈച്ച് മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ് ഈസ് കൺവേർട്ടഡ് ടു 2 molecules ഓഫ് പൈറുവിക് ആസിഡ്. അതായത് ഒരു ഗ്ലൈക്കോളിസിസ് നടക്കുന്ന സമയത്ത്, പൈറുവിക് ആസിഡ് ആക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലൈക്കോളിസ് ആണ്. ഒരു ഗ്ലൈക്കോളിസ് നടക്കുമ്പോൾ എത്ര ATP ടോട്ടൽ അവിടെ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഗ്ലൈക്കോളിസിസിൽ മാത്രം കിട്ടുന്നതാണോ അതോ ഗ്ലൈക്കോളിസിസ് വെച്ചിട്ട് മുഴുവൻ കിട്ടുന്നതാണോ? കാരണം ഗ്ലൈക്കോളിസിന് മാത്രം നമുക്കറിയാൻ പറ്റും 4 ATP കിട്ടും. അതിനകത്ത് 2 ATP യൂസ്ഡ് അപ്പ് ആവും. അങ്ങനെയാണെങ്കിൽ ഗ്ലൈക്കോളിസിന് മാത്രം 2 ATP ആണ് കറക്റ്റ് ആൻസർ വരേണ്ടത്. അതാണ് NTA ഈ 2 എന്നുള്ള ഈ ഓപ്ഷനാണ് NTA കറക്റ്റ് ആൻസർ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അത് ഓക്കെയാണ്. പക്ഷേ നമുക്ക് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്ലൈക്കോളിസിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ടാവും? 2 NADH കൂടി കിട്ടുന്നുണ്ട്. സോ ഈ 2 NADH എവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലേക്ക് പോയി കഴിഞ്ഞാൽ അത് വേറൊരു 6 ATP മോളിക്യൂൾസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പ്രോബബിളി ഈ 8 എന്നുള്ളതും ഒരു ആൻസർ ആവാം. കാരണം 8 എന്ന് തന്നെ അവിടെ ആൻസർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്
കൊണ്ട് അതും ഒരു പ്രോബബിൾ ആൻസർ ആണ്. കാരണം ഈ 2 NADH ഗ്ലൈക്കോളിസിൻ്റെ തന്നെ പ്രൊഡക്റ്റ് ആണ്. ഗ്ലൈക്കോളിസിൻ്റെ നെറ്റ് പ്രൊഡക്ഷൻ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 NADH 4 ATP ഈക്വലൻ ടു 10 ATP ആണ്. 2 എണ്ണം യൂസ് ലൈഫ് ആയി പോയി കഴിഞ്ഞാൽ 8 എണ്ണം വരും. സോ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ആക്ച്വലി ഇത് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കൺഫ്യൂഷൻ. ആൻഡ് ഇറ്റ് ക്യാൻ ബി അനദർ ചലഞ്ച്, വേറൊരു ചലഞ്ച് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മേ ബി വേറെ ആർക്കെങ്കിലും ചലഞ്ച് ചെയ്യണമെങ്കിൽ ഇത് ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്നത്തെ ടോട്ടൽ ആൻസർ കീ ചെക്ക് ചെയ്യുമ്പം. അതുപോലെ ജനറ്റിക്സിൻ്റെ ഭാഗത്ത് മോളിക്കുലാർ ജനറ്റിക്സിൻ്റെ ലാക്കോപ്രോൺ ഭാഗത്ത് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ്റെ കാര്യം നമുക്കറിയാൻ പറ്റും. ഈക്കോളയിൽ ഐജീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇൻഹിബിറ്ററി ജീനാണ്. ഇൻഹിബിറ്ററി ജീൻ മ്യൂട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻഡ്യൂസർ മോളിക്യൂളായിട്ട് ബൈൻഡ് ചെയ്യാത്ത റിപ്രസർ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. സോ ഇതിൽ വ്യത്യസ്ത തരം അഭിപ്രായങ്ങളാണ് ഡിഫറെൻറ്റ് ഫാക്കൽറ്റീസിൻ്റെ സൈഡിൽ നിന്നുള്ളത്. അതായത് ഇത് മ്യൂട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ റിപ്രസറായിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല, പ്രൊമോട്ടറായിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല, എവിടെ വേണമെങ്കിലും ഏത് രൂപത്തിൽ വേണമെങ്കിലും. അപ്പോൾ ഏത് തരത്തിലുള്ള മ്യൂട്ടേഷൻ ആണെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇതിൻ്റെ മുന്നോട്ടുള്ള പ്രോഗ്രഷൻ. അപ്പോൾ ഏത് തരത്തിലുള്ള മ്യൂട്ടേഷൻ ആണെന്ന് ഈ ഒരു ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്യാത്തത് കൊണ്ട് നമുക്കത് എങ്ങനെ വേണമെങ്കിലും ഇൻ്റർപ്രറ്റ് ചെയ്യാം. അത് ട്രാൻസ്ലേഷൻ നടക്കുമെന്നോ നടക്കില്ല എന്നോ ഒക്കെ പറയാൻ പറ്റും. അപ്പോൾ എന്ത് വേണമെങ്കിലും ആവാൻ വേണ്ടി ഇതിനകത്ത് മാക്സിമം പ്രോബബിൾ ആയിട്ടുള്ള ആൻസർ വരുന്നത് ഇതാണ്. RNA പോളിമറൈസ് വിൽ ബൈൻഡ് ടു ദ പ്രൊമോട്ടർ റീജിയനായിട്ട് ബൈൻഡ് ചെയ്യും. പക്ഷേ ആ ബൈൻഡിങ് എഫക്റ്റീവ് ആകുമോ ഇല്ലയോ, എഫക്റ്റീവ് ആകാതിരിക്കുമോ എന്നുള്ള കാര്യത്തിൽ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ല. അപ്പോൾ മോസ്റ്റ് പ്രോബബിൾ ഏറ്റവും വൃത്തിയുള്ള ആൻസർ 3 ആണ്. പക്ഷേ NTA കൊടുത്ത ആൻസർ 2 ആണ് ആൻസർ കൊടുത്തിട്ടുള്ളത്. ആൻഡ് മേ ബി നമുക്ക് ഇത് ക്വസ്റ്റ്യൻ മുഴുവനായിട്ട് ക്യാൻസൽ ചെയ്യാൻ വരെ നമുക്ക് വാദിക്കാൻ പറ്റും. ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ് കാരണം ക്ലിയർ അല്ല എന്നുള്ള രൂപത്തിൽ നമുക്കൊരു ആർഗ്യുമെൻറ്റ് വെക്കാനുള്ള പോസിബിലിറ്റി കൂടിയുണ്ട്. സോ അതുകൊണ്ട് ഈ ക്വസ്റ്റ്യനും നമുക്കൊരു എററാണ്. സോ ബയോളജിയുടെ ഉള്ളിൽ നിന്ന് വരുമ്പം ഈ 3 ക്വസ്റ്റ്യൻ, ലിവിങ് വേൾഡിലെ ക്വസ്റ്റ്യൻ, ഗ്ലൈക്കോളിസിൻ്റെ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻ, ഈ ജനറ്റിക്സിലെ ക്വസ്റ്റ്യൻ പോസിബിൾ ആയിട്ടുള്ള ചലഞ്ചസ് ആണ്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചലഞ്ച് ചെയ്ത് കൊടുക്കാം. NTA അന്തിമ വിധിയായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാവും അതിനെ പറ്റിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ക്യാൻസൽഡ് എല്ലാവർക്കും 4 മാർക്ക് കിട്ടുന്നുണ്ടാവും. ദാറ്റ് ഈസ് കൂൾ. ആൻഡ് നമ്മുടെ ഈ പറയുന്ന ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യൻ വാസ്കുലർ ബണ്ടിലിൻ്റെ ക്വസ്റ്റ്യൻ ഇത് എന്തായാലും ചലഞ്ച് ചെയ്യണം, ഡെഫിനറ്റ്ലി ചലഞ്ച് ചെയ്യണം. ആൻഡ് ഇത് ക്വസ്റ്റ്യൻ ക്യാൻസൽ ആവാനേണ്ടതാണ്, എല്ലാവർക്കും 4 മാർക്ക് ഉണ്ടതാണ്. ആൻഡ് കെമിസ്ട്രി എന്നുള്ള ക്വസ്റ്റ്യൻസിന് ഓൾറെഡി തന്നിട്ടുണ്ട്. സോ ഇത്രയാണ് ഈ നീറ്റിൻ്റെ ഫൈനൽ അപ്ഡേറ്റ്സ് നമുക്ക് വന്നിട്ടുള്ളത്. ആൻഡ് ഡോപ്പ ഈസ് വെരി മച്ച് എക്സൈറ്റഡ്. നമ്മുടെ ടോപ്പ് റാങ്കിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. സോ വിൽ സി റിസൾട്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ സ്കോർ അനൗൺസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കാണാൻ പറ്റും. ആൻഡ് കൂടുതൽ നീറ്റ് അപ്ഡേറ്റ്സ്, കൂടുതൽ കാര്യങ്ങൾ, നീറ്റിൻ്റെ കട്ട് ഓഫ് അനാലിസിസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഉടനെ തന്നെ കൂടുതൽ വീഡിയോസ് നമ്മളിൽ വരുന്നുണ്ടാവും. സ്റ്റേ ട്യൂൺഡ് ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനുള്ള കാര്യം മറക്കണ്ട. വിൽ സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.